അന്തർദേശീയ രാഷ്ട്രീയത്തിൽ പിന്നെയും ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു സംഭവം നടന്നിരിക്കുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ഇപ്പോൾ ഖത്തറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചാണ് ഖത്തറും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്ന കാര്യം. പക്ഷേ പൊതുവെ ഒരു രാജ്യങ്ങളുമായും ശത്രുതാ മനോഭാവമില്ലാതെ എല്ലാത്തിലും കോംപ്രമൈസിന്, അല്ലെങ്കിൽ ഇപ്പം ഹമാസും ഇസ്രായേലുമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. പൊതുവെ ഒരു രാജ്യത്തോടും ശത്രുതാ മനോഭാവം പുലർത്താതെ വളരെ സമാധാനപരമായി ഡിപ്ലോമാറ്റിക്കലി വളരെ നല്ല ഒരു രാജ്യമായ ഖത്തറിൽ പോലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെയാണ് ഇസ്രായേൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കയുമായി കഴിഞ്ഞ 2-3 മാസം മുമ്പ് വലിയ കരാറുകളും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഖത്തർ നടത്തി. അതുകൂടാതെ അമേരിക്കൻ പ്രസിഡന്റിന് സൗജന്യമായ ഒരു വിമാനം കൊടുത്തു. അതുകൂടാതെ അമേരിക്കൻ്റെ തന്നെ ഏറ്റവും വലിയ മിലിറ്ററി ബേസ് ഉള്ളതും ഖത്തറിൽ തന്നെയാണ്. ഇനി എന്തായിരിക്കും അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം തീർത്തും പ്രവചനാതീതമാണ്. കാരണം ഒരു പക്ഷേ ഖത്തർ അമേരിക്കൻ സൈനികരെ അവിടെ നിന്ന് പിൻവലിച്ചു, പകരം മറ്റൊരു ചേരിയിൽ സൈനികരെ കൊണ്ടുവരുമോ? അല്ലെങ്കിൽ GCC രാഷ്ട്രങ്ങളെല്ലാവരും ഒരുമിച്ച്, പൊതുവേ GCC രാഷ്ട്രങ്ങൾക്കൊരു ഒരു മീഡിയം ലെവലിൽ ഇതായിരുന്നു. കാരണം ഫലസ്തീൻ ആ ഒരു വിഷയത്തിൽ അവർ അപലപിക്കുന്നുണ്ടെങ്കിൽ പോലും സമാധാനം വേണം, അല്ലെങ്കിൽ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം എന്നുള്ള രീതിയിലായിരുന്നു അവരെല്ലാവരും. ഒരു സംയമനം പാലിച്ചായിരുന്നു GCC രാഷ്ട്രങ്ങൾ നിന്നത്. പക്ഷേ ഇതവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു. എനിക്ക് തോന്നുന്നു വലിയൊരു മീൻസ്